ബ്രോക്കൺ ടേബിൾ എന്ന പേരിലൊരു ഹിന്ദി ഷോർട്ട് ഫിലിമുണ്ട്. അതിൽ ഗിരി എന്ന് പറഞ്ഞ ഒരു അഡ്വക്കേറ്റ്, അദ്ദേഹം ഒരു ഫാമിലി കൗൺസിലറാണ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ദീപ്തി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അവളുടെ ഒരു പ്രോബ്ലം ആയിട്ടൊരു കൺസൾട്ടിങ്ങിന് വരും, ഒരു കൗൺസിലിങ്ങിന് വരാം. ദീപ്തി കല്യാണം കഴിച്ചിട്ട് 6 വർഷമായി, അവർക്ക് മക്കളില്ല. അപ്പം ദീപ്തിക്ക് കുട്ടികളില്ല. അപ്പം അത് അവളുടെ പ്രശ്നം കൊണ്ടാണെന്ന് ഡോക്ടർ അവളോട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഈ കാര്യം ഭർത്താവിനോട് പറയാൻ അവൾക്കൊരു പേടിയുണ്ട്. കാരണം ഭർത്താവ് അവളെ ഉപേക്ഷിച്ച് പോയാലെന്നൊരു പേടിയുള്ളത് കൊണ്ട് അവളിങ്ങനെ മറച്ചു വെച്ചിരിക്കുകയാണ് ഈ രഹസ്യം. അപ്പം ഇത് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗിരിയുടെ അടുത്ത് വരിക. ഗിരിയോട് ഈ കാര്യം പറയുന്നു. അപ്പോൾ ഗിരി ഇവളോട് പറയുന്നൊരു കാര്യം ഇതാണ്: ഞാൻ എൻ്റെ ഭാര്യ പ്രഭയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, അവളായിട്ട് പ്രണയത്തിലായിരുന്ന സമയത്ത്, അവള് ഒരു വലിയൊരു കുടുംബത്തിലെ ഫിനാൻഷ്യലി വളരെ സാമ്പത്തികമായ സ്ഥിതിയുള്ളൊരു കുടുംബത്തിൽ നിന്ന്. പക്ഷെ ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്നാണ്. ഞാൻ അഡ്വക്കേറ്റായിട്ട് ഞാനൊരു ഓഫീസ് റെന്റിനെടുത്തു. ആ ഓഫീസ് എന്ന് പറയുന്നത് ഒരു 6 അടി നീളവും വീതിയുള്ള ഒരു ചെറിയൊരു മുറിയാണ്. അതിലാകെ ഉണ്ടായിരുന്ന ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു ടേബിളാണ്, ഒരു ഗ്ലാസിന്റെ ടേബിൾ, ഒരു സെക്കൻഡ് ഹാൻഡ് ടേബിൾ വാങ്ങിച്ചിരുന്നത്. പക്ഷെ അത് പൊട്ടിയ ടേബിളാണ്, ബ്രോക്കൺ ടേബിളാണ്. അപ്പം എൻ്റെ ഭാര്യ, ഞാൻ പ്രേമിക്കുന്നവൾ പറയായിരുന്നു, പ്രഭ പറയായിരുന്നു, നിങ്ങളുടെ ഓഫീസ് എനിക്കൊന്ന് കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇപ്പോൾ വരണ്ട എന്ന് പറഞ്ഞ് അവളിങ്ങനെ തടയായിരുന്നു. പക്ഷെ ഒരു ദിവസം പറയാതെ അപ്രതീക്ഷിതമായിട്ട് അവൾ എൻ്റെ ഓഫീസിലേക്ക് കയറി വരാം. ഞാൻ ആകെ ഇങ്ങനെ പേടിച്ചു, കാരണം ഞാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവൾ അവിടെ വന്നിട്ട് ആദ്യം കാണുന്നത് ഈ ബ്രോക്കൺ ടേബിളാണ്. അവളൊരു കലാകാരിയാണ്. അവൾ ബാഗ് തുറന്ന് കുറച്ച് പെയിന്റ് ബ്രഷൊക്കെ എടുത്തിട്ട് അവൾ ആ പൊട്ടിയ ടേബിളിൽ നല്ല മനോഹരമായ ഒരു മരം വരച്ചു. എന്നിട്ട് ശിഖരങ്ങൾ, ഈ ടേബിളിലെ ചിഹ്നലുകളൊക്കെ മരത്തിന്റെ ശിഖരങ്ങളാക്കി മാറ്റി, ഒരു ബ്യൂട്ടിഫുൾ ടേബിളാക്കി അവൾ മാറ്റി. എന്നിട്ട് ഗിരി ഈ ദീപ്തിയോട് പറയുന്ന കാര്യം ഇതാണ്: എൻ്റെ പ്രോബ്ലം എന്തായിരുന്നു അറിയാമോ? എനിക്കൊരു കുറവുണ്ടായിരുന്നു എന്നുള്ളതല്ല, ആ കുറവ് ഞാൻ അവളിൽ നിന്ന് മറച്ചു പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. എനിക്കൊരു കുറവുണ്ടായിരുന്നുള്ളതല്ല, ആ കുറവ് ഞാൻ അവളിൽ നിന്ന് മറച്ചു പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ള എൻ്റെ പ്രോബ്ലം. എന്നിട്ട് പറയുന്നു, ഞങ്ങളുടെ ലൈഫ് ഇത്രയും വർഷം, 10-30 വർഷം ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് വന്നത് ഒരു റൂൾ നമ്പർ 1 കാരണമാണ്. വിളിച്ചു ചോദിക്കുക, എന്താണ് റൂൾ നമ്പർ 1? അപ്പം അയാൾ പറയുന്നത് ഇങ്ങനെയാണ്: നീ എങ്ങനെയാണോ എനിക്കത് മതി, നീ എങ്ങനെയാണോ എനിക്കത് മതി, എൻ്റെ ഐ എം ഹാപ്പി. ഇതാണ് റൂൾ നമ്പർ 1. ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ പേര് ബ്രോക്കൺ ടേബിൾ എന്ന, പൊട്ടിയ ടേബിൾ എന്ന് നമുക്ക് പറയാം, ഉടഞ്ഞുപോയ ടേബിൾ. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് ഒരു ബ്രോക്കൺ ടേബിൾ അല്ല. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് ഒരു പെർഫെക്റ്റ് ടേബിളാണ്. ലേവി എന്ന ചുങ്കക്കാരന്റെ വീട്ടിൽ വലിയൊരു വിരുന്നുമേശ ഒരുക്കാണ്. അവിടെ വന്നിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നതൊക്കെ ബ്രോക്കൺ ആയിട്ടുള്ള ആൾക്കാരാണ്. സമൂഹം പൊട്ടിയ ആൾക്കാരെന്ന്, അല്ലെങ്കിൽ പാപികളെന്ന്, ചുങ്കക്കാരെന്ന് വിലയിരുത്തി മാറ്റി നിർത്തപ്പെട്ട ആൾക്കാരൊക്കെയാണ് ക്രിസ്തുവിന്റെ കൂടെ വിരുന്നിരിക്കുക. ക്രിസ്തുവിന്റെ ടേബിൾ എപ്പോഴും ഒരു പെർഫെക്റ്റ് ടേബിളാണ്. അത് പെർഫെക്റ്റ് ടേബിൾ ആവുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വന്നിരിക്കുമ്പോഴല്ല, ഇംപെർഫെക്റ്റ് ആൾക്കാരൊക്കെ ഒരുമിച്ച് വന്നിരിക്കുമ്പോൾ, അത് ക്രിസ്തുവിന്റെ കൂടെ ഇരിക്കുമ്പോൾ അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേബിളായിട്ട് മാറുന്നുള്ളതാണ്. വളരെ സുന്ദരമായൊരു കാഴ്ചയാണത്. നമ്മൾ ഇന്നത്തെ ഗോസ്പൽ വായിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ഫ്രണ്ട്ഷിപ്പ് കൂടി കാണുന്നുണ്ട്, ശക്തമായിട്ടുള്ള. കാരണം ഈ ലേവി, മത്തായിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഈ ഫ്രണ്ട്സൊക്കെ അവരുടെ സർക്കിളിൽ തന്നെയാണ്. ഇവരൊക്കെ ചുങ്കക്കാർ, അതിൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷെ അവിടെ അന്ന് പ്രബലമായിട്ടുണ്ടായിരുന്ന യഹൂദ സമുദായം, യഹൂദ സമൂഹം ഇവരെ കണ്ടിരുന്നത് പാപികളാണ്, മാറ്റി നിർത്തപ്പെടേണ്ട ആൾക്കാരാണ്, തൊടാൻ പറ്റാത്ത, തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധമാകുന്ന ആ ടൈപ്പ് ആൾക്കാരായിട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇത്തരം ആൾക്കാരെ. പക്ഷെ യേശുവിന്റെ വിളി കേട്ടപ്പോൾ അവിടുന്ന് എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് വരുന്ന മത്തായി ഉപേക്ഷിക്കാത്തൊരു കാര്യം അവന്റെ ഫ്രണ്ട്ഷിപ്പാണ്. ഇനി എൻ്റെ കൂടെ നിങ്ങളാരും വേണ്ട എന്ന് പറഞ്ഞ് ആരും മാറ്റി നിർത്തിയിട്ടില്ല. അവന്റെ ജീവിതത്തിലെ മാനസാന്തരത്തിന്റെ ഒരു വിരുന്ന് നടത്തുമ്പോൾ അവന്റെ മേശയിലേക്ക് അവൻ വിളിക്കുന്നത് അവൻ അന്ന് വരെ പ്രിയപ്പെട്ടവരായ എല്ലാവരുമാണ്. നീയൊക്കെ പാപികളാണ്, ഞാൻ മാനസാന്തരപ്പെട്ട് ഞാൻ നന്നായി എന്ന് പറഞ്ഞിട്ടൊന്നും അല്ല, നിങ്ങൾ കൂടെ എൻ്റെ ഈ ആഘോഷത്തിൽ പങ്കുചേരുക എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും വിളിച്ചിരുത്തുന്ന ടേബിളാണ് നമ്മളിന്ന് കാണുക. അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. എനിക്കൊരു നല്ലത് വരുമ്പോൾ, എനിക്ക് നല്ലത് കിട്ടുമ്പോൾ ഞാൻ എൻ്റെ പഴയ ആൾക്കാരെ മറക്കുന്നതല്ല, അത് അവരെയും കൂടി ചേർത്ത് നിർത്തി ആഘോഷിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിനെയാണ് നമ്മൾ കാണുന്നത്.
നമ്മൾ ഇന്നലെ ഗോസ്പലിൽ വായിച്ചു കേട്ട സംഭവവും അതിൻ്റെ അകത്തും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കാണുന്നുണ്ട്. കാരണം ഒരു തളർവാദ രോഗിയെ ഈശോയുടെ അടുത്തെത്തിക്കുന്ന 4 പേരെ കുറിച്ചാണ് പറയാം. ഈ 4 പേരുടെ വിശ്വാസം കണ്ടിട്ട് ഈശോ അവരെ സുഖപ്പെടുത്തി എന്ന് പറയുന്നത്. ഈ 4 പേരുടെ വിശ്വാസം കണ്ടിട്ടാണ് വർഷങ്ങളായിട്ട് തളർവാദം പിടിച്ചെടുക്കുന്നതിന് ഈശോ സുഖപ്പെടുത്തുന്നത്. നമ്മളിങ്ങനെ ചിന്തിക്കാം, ഈശോവനോട് ആദ്യം പറയുന്നതിന്റെ അസുഖം മാറട്ടെ എന്നുള്ളതല്ല, നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാ പറയാം. യുവർ സിൻസ് ആർ ഫൊർഗിവൺ എന്ന് പറഞ്ഞാല് ഈ മനുഷ്യന്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ ഈ മനുഷ്യന് പാപിയാണ്, ഈ മനുഷ്യൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈശോ ഇത് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടം കൂടി ചിന്തിക്കണം. പാപവും അതോടൊപ്പം ഒരു മനുഷ്യന്റെ രോഗവും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഈശോ സംസാരിക്കുന്നത്. ഒരുവൻ പാപം ചെയ്തു കഴിയും, അല്ലെങ്കിൽ ഒരുവൻ അസുഖം വരുമ്പോൾ, ഒരുവൻ അപകടം ഉണ്ടാവുമ്പോൾ അത് നിന്റെ പാപമാണ്, അത് നിന്റെ പൂർവികരുടെ പാപമാണെന്ന് ശക്തമായി വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈശോ പറയുന്നത് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ പാപിയായ ഒരു മനുഷ്യന്റെ കൂടെ നിൽക്കുന്ന 4 പേരെയാണ് നമ്മൾ കാണുന്നത്. നീ പാപിയാണ്, നീ ക്രിമിനലാണ്, നീ വഴിപിഴച്ചവനാണ്, അതുകൊണ്ട് നിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോയ ഫ്രണ്ട്സിനല്ല കാണുന്നത്. ഇവന്റെ കൂടെ അവന്റെ വീഴ്ചയിലും നിന്ന ഫ്രണ്ട്സിനെയാണ്. ഞങ്ങൾ നിന്നെ കർത്താവിന്റെ അടുത്ത് കൊണ്ടുപോകാം, സുഖപ്പെടുത്താം എന്ന് പറഞ്ഞ് അവർ റിസ്ക് എടുത്തിട്ടാണ് അവർ മേൽക്കൂരയൊക്കെ പൊളിച്ച് കർത്താവിന്റെ അടുത്തേക്ക് ഈ മനുഷ്യനെ ഇറക്കി വിടുന്നത്. വി സി എൻ അമേസിംഗ് ഫ്രണ്ട്ഷിപ്പാണ് അവിടെ നമ്മൾ കാണുന്നത്. ഒരു വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ അവിടെയും ഫ്രണ്ട്ഷിപ്പിന്റെ കഥ കാണുന്നുണ്ട്. കാരണം ഇറ്റലിയിലേക്ക്, ഈ റോമിലേക്ക് ഇദ്ദേഹം വരുന്നത് തന്നെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു. ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ക്രിസ്ത്യാനികൾ പിടിക്കപ്പെട്ട് തടവറയിൽ കഴിയുമ്പോൾ അവിടെ കഴിയുന്ന ക്രിസ്ത്യാനികൾക്ക് ആവേശം പകരാൻ, കരുത്തു പകരാനാണ് ഈ പടയാളിയായ വിശുദ്ധ സെബാസ്റ്റ്യൻ ശ്രമിച്ചത്. നിങ്ങൾ ധൈര്യമായിട്ട് ക്രിസ്തുവിന് വേണ്ടി മരണം വരിക്കുന്നു പറഞ്ഞിട്ട് അവരെ ഇൻസ്പയർ ചെയ്യുന്ന ജോലിയായിരുന്നു, ഇൻസ്പയർ ചെയ്യുന്ന പ്രസംഗങ്ങളായിരുന്നു വിശുദ്ധ സെബാസ്റ്റ്യൻ നടത്തിയിട്ടുള്ളത്. വിശുദ്ധ സെബാസ്റ്റ്യൻ അതങ്ങനെ നടത്തുമ്പോൾ അദ്ദേഹത്തിന് അറിയാം താൻ പിടിക്കപ്പെട്ടാൽ മരണം ഉറപ്പാണെന്ന്. പക്ഷെ താൻ സ്നേഹിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി മരണം ഏറ്റുവാങ്ങാൻ ധൈര്യം കാണിക്കുന്ന, റിസ്ക് എടുക്കുന്ന ഒരു വിശുദ്ധനെയാണ് കാണുന്നത്. ഈ വിശുദ്ധൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞ് അമ്പുകളേറ്റ് മരിച്ചു എന്ന് ഉറപ്പുവരുത്തി അവർ പോകുമ്പോൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ആ വിശുദ്ധനെ, വിശുദ്ധ സെബാസ്റ്റ്യൻ രക്ഷപ്പെടുത്തുന്നത് ഐറീൻ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്, ഒരു ഭക്ത സ്ത്രീയാണ്, ഒരു വിശുദ്ധയാണ്. അവർ എന്തുമാത്രം റിസ്ക്കാണ് എടുത്ത് നോക്കുക. സെബാസ്റ്റ്യനോടുള്ള സ്നേഹം കൊണ്ട് അവര് അങ്ങേയറ്റത്തെ അവരുടെ ജീവൻ പണയപ്പെടുത്തിയാണ് റിസ്ക് എടുക്കുന്നത്. കാരണം അത് രാജാവ് അറിഞ്ഞാൽ, പട്ടാളക്കാരറിഞ്ഞാൽ ഇവർ പിടിക്കപ്പെടും, ഇവർ ക്രിസ്ത്യാനെന്ന് അറിയപ്പെടും, ഇവർ കൊല്ലപ്പെടും എന്ന് ഇവർക്ക് നല്ല ബോധ്യം ഉണ്ടായിട്ട് പോലും തൻ്റെ സൗഹൃദത്തിന്റെ പേരിൽ, ക്രിസ്തുവിനോടും സെബാസ്റ്റ്യനോടും ഉണ്ടായ സൗഹൃദത്തിന്റെ പേരിലാണ് അവരങ്ങനെ ഇടപെടുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ടേബിളാണ് നമ്മൾ കാണുന്നത്, ഫ്രണ്ട്ഷിപ്പിന്റെ മേശയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഇന്ന് ഈ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയുള്ള ആൾക്കാരെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? ഈശോ പറഞ്ഞൊരു കാര്യം അനുസ്മരിക്കുകയാണ് നമ്മൾ അവിടെ. ഇതെന്റെ ശരീരമാണ്, നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. ഉപയോഗിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം, നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. ഇതിൽ നിന്നും ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. ഇതെന്റെ രക്തമാണ്, ഇതിൽ നിന്ന് നിങ്ങൾ കുടിക്കുവിൻ, എല്ലാവരും കുടിക്കുവിൻ. ഇറ്റ്സ് ഫോർ ഓൾ. ക്രിസ്തു ഈ ലോകത്ത് ക്രൂശിക്കപ്പെട്ടതും മരിച്ചതുമൊക്കെ ഈ ലോകത്ത് ഏതാനും ചില ആൾക്കാർക്ക് വേണ്ടിയല്ല, ഈ ലോകത്തിന് വേണ്ടി മുഴുവനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ലോകത്തിന്റെ മുഴുവൻ പാപങ്ങളാണ് അവിടെ ഏറ്റുവാങ്ങിയതെന്നൊരു ചിന്ത നമുക്കെപ്പോഴും ഉണ്ടാവണം. കൽപ്പറ്റ നാരായണന്റെ എല്ലാ ചലനങ്ങളും വ്യതിചലനങ്ങൾ എന്ന് പറഞ്ഞൊരു ലേഖന സമാഹാരമുണ്ട്. അതിൻ്റെ അകത്ത് ശമിക്കാത്ത ഉറവ എന്ന് പറഞ്ഞ ലേഖനത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് അദ്ദേഹം എഴുതുന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ഒരു വൈദ്യന്റെ പരിമിതി എന്ന് പറയുന്നത് അവന് അസുഖമില്ല, അവന് രോഗമില്ല എന്നുള്ളതാണ്. അവൻ ഒരു രോഗത്തിന്റെ ചേഷ്ടകൾ കരയിൽ നിന്ന് കണ്ടിട്ടേയുള്ളൂ, രോഗത്തിന്റെ ചേഷ്ടകൾ കരയിൽ നിന്ന് കണ്ടിട്ടേയുള്ളൂ. പക്ഷേ ഈ മഹാവൈദ്യൻ എന്ന് വെച്ചാൽ ക്രിസ്തു എന്ന മഹാവൈദ്യൻ വേദനയുടെ മഹാപ്രവാഹത്തിൽ ഇറങ്ങി നിന്നവരാണ്. വേദനയെ, ഉൾക്കടമായ വേദന അങ്ങേയറ്റം സഹിച്ച ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തിന്റെ എല്ലാ പാപങ്ങളും വഹിക്കാൻ ക്രിസ്തുവിനെ അത് പ്രാപ്തനാക്കിയത്. കാരണം കരയിൽ നിന്ന് നമ്മുടെ വേദനയുടെ ചേഷ്ടകൾ കണ്ടവനല്ല ക്രിസ്തു, നമ്മോടൊപ്പം വേദനയിൽ മുങ്ങിത്താന്നവനാണ് ക്രിസ്തു. അവൻ നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായവനാണ് ക്രിസ്തു. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്കാണ് ഈശോ നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. വല്ലാറവടം പള്ളിയുടെ ചരിത്രം നോക്കുമ്പോൾ, വല്ലാറവടം പള്ളിയുടെ മനോഹരമായ
കാരുണ്യമാതാവിൻ്റെ ഒരു ചിത്രമുണ്ട്. 500 വർഷം പഴക്കമുള്ള ചിത്രമാണ്. കഴിഞ്ഞ വർഷം അതിൻ്റെ 500ാമത്തെ വർഷം ആഘോഷിക്കുകയായിരുന്നു. ആ ചിത്രം ഒന്നും കൂടി പുതുക്കി ആൾത്തറയിൽ പുനർപ്രതിഷ്ഠിച്ചൊരു ചിത്രമാണ്. ഒരു 6 അടി പൊക്കമുള്ള വലിയൊരു ചിത്രമാണ്. ഈ ടബർനക്കലിൻ്റെ മുകളിലാണ് ആ ചിത്രം ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ആ ചിത്രത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ആ ചിത്രം കൊണ്ടുവന്നിട്ടുള്ളത് യൂറോപ്പിൽ നിന്നാണ്. ചിത്രം കൊണ്ട് പരിശുദ്ധ മറിയത്തിൻ്റെ കാരുണ്യമാതാവിൻ്റെ ചിത്രം യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്ന ചിത്രമാണ്. പിന്നീട് ആണ് അവിടെ അത്ഭുതം നടക്കുന്നത്. മീനാക്ഷിയും കുഞ്ഞും കടലിൽ മുങ്ങിത്താണ് മീനാക്ഷിയും കുഞ്ഞിനും 3 ദിവസത്തിന് ശേഷം മറിയം വന്ന് മാതാവ് വന്ന് രക്ഷപ്പെടുത്തുന്നത്. അപ്പം മീനാക്ഷിയും കുഞ്ഞും ഒരു കഥാപാത്രമാണ് അവിടെ. അപ്പം ഈ ചിത്രത്തിൽ അന്ന് ഇത് 200 വർഷം മുമ്പ് നടന്ന സംഭവം, ഈ സംഭവം അവര് വരച്ചു ചേർക്കുകയാണ്. 300ഓളം വർഷം വന്ന് പഴക്കമുണ്ടായിരുന്ന ചിത്രത്തിലേക്ക് ഒരു പുതിയ സംഭവം, ഒരു പുതിയ സംസ്കാരം ചേർക്കപ്പെടുകയാണ്. ഒന്ന് ആലോചിക്കേണ്ടത്, ഒരു ക്രൈസ്തവഗീതയുടെ ഒരു ചിത്രത്തിൽ അവിടെ ഒരു ഹൈന്ദവീയതയുടെ ഒരു ചിത്രം കയറുകയാണ്. ഇതാണ് ഈ സൗഹൃദത്തിന്റെ സുവിശേഷം എന്ന് പറയാം. പിന്നീട് ഇപ്പോൾ 200 വർഷമായി ആ ചിത്രം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ ചിത്രത്തിൽ പരിശുദ്ധ മറിയത്തിന്റെ തൊട്ടു താഴെ നിൽക്കുന്നത് മീനാക്ഷിയും കുഞ്ഞുമാണ്. ഇത് വളരെ സൗഹൃദമായി ആഘോഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇവിടെ നിന്ന് ഈ തിരുനാൾ അർപ്പിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന യൂറോപ്പിൽ നിന്ന് വന്ന കപ്പലിൽ കൊണ്ടുവന്ന ഈ വിശുദ്ധന്റെ രൂപത്തിന്റെ നടയിൽ നിൽക്കുമ്പോൾ ആ രൂപം ഒരു നോക്ക് കാണാൻ, അതിനൊന്ന് മാലയിടാൻ, തൊട്ടുമുത്താൻ ആയിരങ്ങൾ ഇങ്ങനെ ഈ ദിവസങ്ങൾ ഇങ്ങനെ വന്നു പോകുമ്പോൾ അവിടെ അതെല്ലാവർക്കുമാണ് ആ കാഴ്ച എന്നുള്ളതാണ്. എല്ലാവർക്കുമാണ് ആ കാഴ്ച. മലയിലേക്ക് തിരുസന്നിധിയിലേക്ക് യാത്ര നടത്തുന്ന മനുഷ്യർ മാലയൂരാൻ വേണ്ടി ഈ അർത്തിങ്കിലെ തിരുനടയിൽ വരുമ്പോൾ അവിടെ എഴുതി ചേർക്കപ്പെടുന്നൊരു സംസ്കാരമുണ്ട്. അത് സൗഹൃദത്തിന്റെ സംസ്കാരമാണ്. ഇന്ന് നമ്മുടെ നാടിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സൗഹൃദത്തിന്റെ സംസ്കാരമാണ് നമ്മൾ വീണ്ടും ആഘോഷിക്കുന്നത്. അതാണ് സുവിശേഷം. അതാണ് ഈ തിരുനാളിന്റെ വലിയ ആഘോഷങ്ങളിൽ ഒന്ന്. ഇവിടെ മനുഷ്യർ മാത്രമേ ഉള്ളൂ. ഇവിടെ ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യർ മാത്രമേ ഉള്ളൂ എന്നുള്ളത് വലിയൊരു സംഭവമാണ്. ഇതാണ് ഓരോ തിരുനാളുകളും നമ്മളെ കൂടുതൽ ഓർമ്മിപ്പിക്കേണ്ടത്. നമ്മളൊക്കെ മുറിക്കപ്പെട്ട, മുറിവേറ്റ, പാപമുള്ള മനുഷ്യരൊക്കെ തന്നെയാണ്. ഈ പാപിയാണ്, പാപമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു ആരെയും ഈ ടേബിളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. ഈശോ ഒരു പെർഫെക്റ്റ് ടേബിളിലേക്ക് നമ്മളെ വിളിക്കുന്നത് നമ്മളെല്ലാം മുറിവുകളോടുകൂടി തന്നെ വന്നിരിക്കുമ്പോഴാണ്. പക്ഷെ അത് സൗഖ്യപ്പെടുത്താൻ കഴിവുള്ളവനാണ് നമ്മുടെ ഏറ്റവും വലിയ ഫ്രണ്ട് എന്ന് തിരിച്ചറിയാം. വിശുദ്ധ സെബാസ്റ്റ്യൻ കൂടെ ഓർമ്മപ്പെടുന്നത് അത് തന്നെയാണ്. കാരണം ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ജീവിതം കൊടുക്കാൻ തയ്യാറായ ഒരു ധീരനായ യോദ്ധാവിന്റെ, വിശുദ്ധന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ടത് സൗഹൃദം നിലനിർത്താൻ, മനുഷ്യര് തമ്മിലുള്ള സൗഹൃദം നിലനിർത്താൻ നമ്മൾ ജീവൻ ത്യാഗം ചെയ്യാനും നമ്മുടെ കാര്യങ്ങൾ ചെലവഴിക്കാനും നമ്മുടെ ആരോഗ്യം ചെലവഴിക്കാനും നഷ്ടങ്ങൾ സഹിക്കാനും നമ്മൾ തയ്യാറാവുക. സ്നേഹം ചുരുക്കുന്നു, നമ്മളൊക്കെ യേശുവിൻ്റെ വിരുന്നുമേശയിലേക്ക് ക്ഷണിക്കപ്പെട്ടവരാണ്. നിങ്ങളെല്ലാവരും എൻ്റെ അടുത്തേക്ക് വരിക എന്ന് വിളിച്ച യേശുവിൻ്റെയാണ്. ഇത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി മുറിക്കപ്പെടുന്ന ശരീരമാണ്. ഇത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി മുറിക്കപ്പെടുന്ന രക്തമാണ്. ഈ രക്തത്തിലും മുറിവിലും മുങ്ങി സ്നാനം ചെയ്യേണ്ട ആളുകളാണ് നമ്മൾ. എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ.